മുടക്കി റീഫണ്ട് നൽകാതെ 1003 രൂപയുടെ ടിക്കറ്റിന് 82,555 രൂപ നഷ്ടപരിഹാരം നൽകി KSRTC. 1003 രൂപയ്ക്ക് ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്തെങ്കിലും യാത്ര സാധിക്കാതെ പോയ സംഭവത്തിൽ KSRTCക്ക് 82,555 രൂപ നഷ്ടപരിഹാരം നൽകാൻ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഉത്തരവിട്ടു. പരാതിയിൽ വീഴ്ച KSRTCയുടെ ഭാഗത്തു നിന്നാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. പത്തനംതിട്ട ഏറത്ത് സ്വദേശിനിയും ചൂരക്കോട് NSS HSSലെ അധ്യാപികയുമായ P. പ്രിയയാണ് പരാതി നൽകിയത്. 2018 ഓഗസ്റ്റ് 1 കൊട്ടാരക്കരയിൽ നിന്നും മൈസൂരിലേക്ക് KSRTC സ്കാനിയ ബസ്സിൽ ഓൺലൈനായി 1003 രൂപയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നെങ്കിലും ബസ് സർവീസ് അവസാന നിമിഷം റദ്ദാക്കിയിരുന്നു. നിരവധി തവണ ബസ് ഉടനെ എത്തുമെന്ന് അറിയിച്ചിട്ടും രാത്രി 9-ന് റദ്ദാക്കിയ വിവരം മാത്രമാണ് ലഭിച്ചത്. പകരം യാത്രക്കാർക്ക് മറ്റൊരു ബസ്സോ സൗകര്യമോ ഒരുക്കിയതുമില്ല. അവസാനം കായംകുളം നിന്ന് രാത്രി 11:15 പുറപ്പെട്ട മറ്റൊരു ബസ്സിൽ ടാക്സി എടുത്താണ് പ്രിയ മൈസൂരിലേക്ക് യാത്ര തുടരേണ്ടി വന്നത്. എന്നാൽ നേരത്തെ നിശ്ചയിച്ചിരുന്ന PhD ഗൈഡുമായുള്ള മീറ്റിംഗ് നഷ്ടപ്പെട്ടു. വൈകിയെത്തിയത് മൂലം 3 ദിവസം കൂടി അവിടെ താമസിച്ച ശേഷം ഗൈഡിനെ കാണാൻ കഴിഞ്ഞത്. റദ്ദാക്കിയ ബസിന്റെ പണം തിരികെ ആവശ്യപ്പെട്ടെങ്കിലും KSRTC തയ്യാറായില്ല. തുടർന്ന് നൽകിയ പരാതിയിലാണ് കമ്മീഷൻ നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിട്ടത്. ഉത്തരവ് പാലിക്കാത്തതിനാൽ KSRTC MDയെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ വാറന്റ് പുറപ്പെടുവിക്കേണ്ടി വന്നു. അതിന് പിന്നാലെയാണ് നഷ്ടപരിഹാര തുക അടയ്ക്കുകയും 1003 രൂപ ടിക്കറ്റ് ചാർജ് റീഫണ്ട് ചെയ്യണമെന്ന നിർദ്ദേശം പാലിക്കുകയും ചെയ്തത്.